ഇന്നാണ് ഇത്രയും വലിയ കാറ്റ്. എല്ലാരും തണുത്ത് വിറച്ച് കിടിവി. ഒരു ബ്രോ പ്യുവർ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് മാത്രം വളരുന്ന ഒരു ഫംഗസാണ് ആ ചെടിയിൽ പറ്റിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറക്കാൻ വയ്യുന്നേ. അതിലെല്ലാം പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കടം വാങ്ങിയൊക്കെ എവിടെയെങ്കിലും പോയി അടിച്ച് പൊളിക്കണം. ഈ കാഴ്ചകളൊക്കെ കാണാതെ നിങ്ങൾ ജീവിച്ച എന്താണ് ജീവിതം? സ്വർഗത്തിൽ ദൈവം ചോദിക്കുന്നു. ഇതൊക്കെ ട്രോള് വീഡിയോസ് ഓരോരുത്തർ ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വീഡിയോ അത് ഇടുമ്പോൾ നമുക്ക് പോകാൻ ആഗ്രഹമുണ്ട്. ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എറണാകുളത്തെത്തി അവിടെ നിന്ന് ട്രാവലറിൽ ആണ് മൂന്നാറിലോട്ട് പോണത്. പിന്നെ അവിടെ എന്തൊക്കെ പരിപാടികളുണ്ട് പ്ലാൻ ചെയ്യാനെല്ലാം അരുൺ ബ്രോയും ഒക്കെ ഉണ്ട്. ട്രിവാൻഡ്രത്ത് അരുൺ, നജീബ്, അർജുൻ അവരെല്ലാവരും കൂടെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശേഷങ്ങളുമായി കാണാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ട്രാവലറിൽ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്ര ചെയ്ത് മൂന്നാർ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. അപ്പോൾ അവിടെ നമ്മുടെ ട്രക്കിങ്ങിൻ്റെ ജീപ്പുകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജീപ്പിൽ 7 പേര് വെച്ച് നമ്മൾ പല പല ബാച്ച് ആയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എനിക്കൊന്നും പറയാനില്ല, ഫുൾ അഡ്വഞ്ചർ. SI സോമശേഖരൻ ലാലാൻഡ് എനിക്ക് കടന്നിട്ട ആളാണ്. ഇവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. കപ്പിൾസിന് എന്താ പറയുന്നത്? കപ്പിളായിട്ട് ട്രക്കിങ് വന്നേക്കുവാണ്. ബാക്കി വിശേഷങ്ങൾ പറയൂ. അടിപൊളിയാണ്, എല്ലാവരും വരണം, എക്സ്പ്ലോർ ചെയ്യണം. ഒരു രക്ഷയില്ല. നമ്മൾ ആർമി അടിപൊളിയാണ്. ഒരുപാട് അടിപൊളിയാണ്. അടിച്ചു കയറി വരുന്ന ജിപ്സിയാണ്. ട്രോളിംഗ് സമുദ്രതലത്തിൽ നിന്നും 4500 കിലോമീറ്റർ അകലെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ മുകളിലോട്ട് കയറുമ്പോൾ ബാക്കി 4000 പറഞ്ഞാൽ പോരെ. ഇപ്പൊ 4000 നിൽക്കുന്നതല്ലേ ഉള്ളൂ. കട്ട് ഇവിടെ മോണ വഴിക്ക് ആനയും പുലിയൊക്കെ കാണാറുണ്ടോ? ഉണ്ടോ? ഉണ്ടാവും. അതിന്റെ മുകളിലും കണ്ടോ? അല്ലേ ഇപ്പൊ ഒരു ആന ചാടി കാണാം. നീ എന്ത് ചെയ്യും? ഞാനായിട്ട് ഒന്നും ചെയ്യേണ്ടത് ആന ചെയ്തോളൂ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ബാച്ച്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 10, 25 കൗണ്ട് മറന്നുപോയി. ഏകദേശം അത്ര പേരാണ് നമ്മൾ യാത്ര ചെയ്തത്. ട്രിവാൻഡ്രത്ത് നിന്ന് അരുൺ, നജീബ്, അർജുൻ എന്നിവരുടെ മേൽനോട്ടത്തിൽ നമ്മൾ കുറേ അലമ്പ് ബാച്ചസാണ് സ്റ്റാർട്ട് ചെയ്തത്. ഗൈഡ് പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് പല വന്യമൃഗങ്ങളെയും കാണാൻ പറ്റും. നമ്മൾ ബഹളം ഉണ്ടാക്കാതെ പോയാൽ മാത്രം ഭാഗ്യത്തിന് നമുക്ക് ആരെയും കാണാൻ പറ്റിയില്ല. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ബഹളമൊക്കെ ഉണ്ടാക്കിയാണ് പോയത്. മൂന്നാറിന്ന് യാത്ര തിരിച്ചപ്പോൾ കിട്ടില്ലായിരുന്നു കേട്ടോ. മൂന്നാറിന്ന് സൈക്കിളിൽ ഇതുവഴിയൊക്കെ ഒന്ന് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പറ്റിയാൽ എന്തെങ്കിലും ഒന്ന് പോകണം. ജിതിനൊക്കെ ഓൾറെഡി സ്ട്രാവയൊക്കെ എടുത്ത് മാപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ്, എത്ര ക്ലൈമ്പുണ്ട്, അങ്ങനെയൊക്കെ. പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് അതുവരെ എത്തണ്ടേ. അതൊരു ടാസ്ക്കാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ വഴികളിലൂടെയൊക്കെ ഒന്ന് സൈക്കിളിൽ പോയാൽ കൊള്ളാമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്നെങ്കിലും നമ്മൾ പോവും. ജീവിക്ക അടുത്ത ഒരു സൈക്കിൾ റൈഡ് പ്ലാൻ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയി അടിച്ച് പൊളിക്കായിരുന്നു ഇതിലേക്ക്. നോക്കിയേ എന്നാ വൈബ്. കുറച്ച് ദൂരം നല്ല റോഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തുടങ്ങി ഓഫ് റോഡ്. പക്ഷേ നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത് ഇതൊന്നും ഒരു ഓഫ് റോഡ് അല്ല. ഓഫ് റോഡ് 4x4 മാത്രമേ കയറൂ. അപ്പോൾ ഇതിലെ എല്ലാ ജീപ്പുകളും 4x4 അല്ല നമ്മളെ കൂട്ടത്തിൽ വന്നേ. അപ്പോൾ ആ വണ്ടികളെല്ലാം കയറുന്നത് കൊണ്ട് ഇത് ഓഫ് റോഡ് അല്ലെന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. എന്നാലും നമ്മളെ വണ്ടിയൊന്നും ഒരിക്കലും ഇതുവഴി പോകത്തില്ല. കാരണം പക്ക പാറ, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങ് കാണാം പക്ക പാറകളൊക്കെയാണ് അടിക്കടിക്ക് ഇങ്ങനെ റോഡിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പാറ അടുക്കി വെച്ചില്ലെങ്കിൽ മഴ സമയത്ത് അതെല്ലാം റോഡെല്ലാം ഒലിച്ച് നല്ല കട്ടറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഈ പാറകൾ അടുക്കി വെച്ചിരുന്നതുകൊണ്ടാണ് നമുക്ക് ആ റോഡ് ഇപ്പോഴും അതുപോലെ നിൽക്കുന്നത്. ഇതൊക്കെ നമ്മളെ തേയില കർഷകരാണ്. പക്ഷേ ലുക്ക് കണ്ടിട്ട് ആരും മലയാളികളാണെന്ന് തോന്നുന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അതുവഴിയൊക്കെ ആടി ഉലഞ്ഞ് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ജീപ്പിൻ്റെ അകത്തിരിക്കുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ചിലപ്പോൾ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ തലയൊക്കെ ചെന്ന് മുകളിൽ സൈഡിലൊക്കെ ഇടിക്കുക. ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്തെങ്കിൽ വളരെ നല്ലതായിരുന്നു. ഓക്കെ, കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇത് കണക്ക് ഓഫ് റോഡൊക്കെ ജീപ്പിലൊക്കെ ഇങ്ങനെ പോയി കോടമഞ്ഞൊക്കെ ഒന്ന് ആസ്വദിച്ച് പോകണമെന്ന്. അപ്പോൾ പോകുമ്പോൾ ഡൗട്ടായിരുന്നു, അവിടെ ചെല്ലുമ്പോൾ ഇനി കോടമഞ്ഞൊക്കെ കാണുമോ ഇല്ലയോ എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്നാലും ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആയിരുന്നു കേട്ടോ. പോകുന്ന വഴി തേയിലത്തോട്ടം ഇങ്ങനെ ഏക്കർ കണക്കിന് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. നമ്മുടെയൊക്കെ കാറിൽ പോരുന്നെങ്കിൽ നല്ല വണ്ടി പിന്നെ നോക്കണ്ട. ജീപ്പിൻ്റെ കൂടെ ഒരു ആരാധനയാണ് കണ്ട. കല്ലിലും വലിയ വലിയ പാറക്കല്ലുകളാണ്. ഈ വിഷ്വലെ അത്ര അറിയത്തില്ല. അതിലൂടെയൊക്കെ ചാടി 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 ജമ്പ് ചെയ്തൊക്കെയാണ് വണ്ടി പോകുന്നത്. ഇതിന്റെ അടിഭാഗം തട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വണ്ടി കൊണ്ട് നമസ്കരിച്ചു. അടിഭാഗത്തൊന്നും ഉണ്ടാവില്ല, തീർന്നു. ചേട്ടൻ പറയുന്നത് ഇതൊന്നും ഓഫ് റോഡ് അല്ലെന്നാണ് പറയുന്നത്. മഴ പെയ്തു തുടങ്ങി. ഏതോ ഒരു കാട്ടിൻ്റെ ഇടയിൽ കൂടെ ചേട്ടൻ നമ്മളെയും കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഓഫ് റോഡ് അവിടെ മഴ പെയ്യുമോ? വെള്ളം ഒലിച്ച് വരുന്നത് അല്ല, പൈപ്പ് പൊട്ടി തന്നെ കേട്ടാ, പൈപ്പ് പൊട്ടി തന്നെ. സോറി ഗൈസ്, മഴ പെയ്ത വെള്ളമല്ല, പൈപ്പ് പൊട്ടിയ വെള്ളം. ഗൈസ്, അങ്ങനെ അവസാനം നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. ആ ബോഡി കാണുന്ന മാനായിരുന്നു നമ്മൾ കണ്ടത്. ആ, അതാണ് തോന്നല്. പക്ഷെ ബാക്കി 2-3 നമ്മൾ കണ്ടില്ല. നമ്മൾ എത്തിയിട്ടുണ്ട്. വളരെ വിജയകരമായി നമ്മളെവിടെ എത്തിച്ച അലക്സ് അല്ലേ? അലക്സ് ഈ ഒരു ജീപ്പിലാണ് വന്നെത്തിയത്. 4x4 ആണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് ഒരു മാന് നമ്മളെ ക്രോസ് ചെയ്തങ്ങ് പോയി കേട്ടോ. അതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല, മിന്നൽ വേഗത്തിലങ്ങ് പോയി. നമ്മൾ എത്തിയിട്ടുണ്ട്. കിടിലൻ ക്ലൈമറ്റ്. മഞ്ഞ കോടയൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ടെൻ്റ് ലൊക്കേഷനാണ്, ഈ ബാച്ചിൻ്റെ ടെൻ്റ് ലൊക്കേഷനാണ്. കിടിലൻ വൈബ്, അടിപൊളി. കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പം രാത്രിയത്തെ അവസ്ഥ ആലോചിച്ച് ഒരു രക്ഷയില്ല. ഇനി ബാഗ് സുരക്ഷിതമായി ടെൻറ്റ് വെച്ചിട്ട് ഈ തണുപ്പത്ത് കുളിക്കാൻ പോകണം. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ നമ്മളൊരു ടെന്റിന്റെ അകത്താണ്. ഞാനിപ്പുറത്തുണ്ട് കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഒരു കൈ സഹായം. ഓ, ഇവിടെ ഭയങ്കര കോമഡി ധനേഷ്. നമ്മൾ രണ്ട് കൂട്ടായ്മയുടെ ദേശീയ ഫിലിമേള 23ാമത്തെ ഇവന്റാണ്. അപ്പോ ഇവിടെ വന്ന് എല്ലാവർക്കും നമ്മളെ അരുൺപ്രോക്ക് സ്പെഷ്യൽ താങ്ക്സ്. നമ്മളെക്കാളും മുന്നിലായിട്ട് തന്നെ അരുൺപ്രോണ്ട്. അതുകൊണ്ട് നമുക്ക് കുറെ എന്താ പറയാ ഭാരങ്ങൾ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നത് കുറിഞ്ഞി വാലി വാട്ടർഫോൾസ് പറഞ്ഞൊരു വെള്ളച്ചാട്ടത്തിലേക്കാണ്. അത് KFTC നേരിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നൊരു സംഭവമല്ല. നമ്മൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ മാത്രം കിട്ടുന്നൊരു ഓഫറാണത്. അപ്പോൾ അവിടേക്ക് പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ഓഫ് റോഡ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ പക്കാ ഫോറസ്റ്റ് ട്രക്കിംഗ് ആണ്. മരങ്ങൾ വീണ് കിടക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ കൂടി ചാടണം. പിന്നെ അട്ടകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ അത് സൂക്ഷിക്കണം. അട്ട കടിച്ചു കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. അട്ട കുടിക്കുന്ന രക്തം നമുക്ക് ആവശ്യമില്ലാത്ത രക്തം. ഈ കണ്ണടച്ച പുള്ളി അട്ട കടിച്ചാൽ തിരിച്ചടിക്കുന്ന ടീമാണ്. അപ്പോ കൊണ്ടുപോകുന്ന ഒരു സാധനങ്ങളും, അതായത് പ്ലാസ്റ്റിക്കോ മിഠായിന്റെ കവറോ ചോക്ലേറ്റ് വെള്ളക്കുപ്പി പോലും അവിടെ ഇട്ടിട്ട് പോയത്, അവിടെ ഉള്ള ഒരു ചെടിയുടെ നാമ്പ് പോലും പറിച്ചു കൊണ്ടുവരും ചെയ്ത്. കാരണം ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സംരക്ഷിത വനമേഖലയാണ്. അതായത് അപ്പൊ അഗസ്ത്യാർകുടം പോലെ തന്നെ നമ്മൾ സംരക്ഷിച്ചു പോകുന്നൊരു മേഖല തന്നെയാണ് ഇത്.
അപ്പോൾ അവിടെ ചെടികൾ, പൂക്കൾ, മരങ്ങൾ പലതും ഉണ്ടാവും. നേപ്പാളിൻ്റെ ദേശീയ പുഷ്പമായിട്ടുള്ള റോഡോഡെൻഡ്രോൺ മുതൽ വേറെ എന്തൊക്കെയോ പേരുള്ള സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് സാറ് പറഞ്ഞു തരും. അപ്പം അവിടെ നിന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരും വേണ്ട, ഇവിടുന്ന് കൊണ്ടുപോയതൊന്നും അങ്ങോട്ട് അവിടെ നിക്ഷേപിക്കും വേണ്ട. പിന്നെ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡേഞ്ചറാണ്. നമ്മൾ ഡേഞ്ചർ അല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ സിമ്പിളാണ്. പക്ഷേ ഡേഞ്ചർ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വെരി ഡേഞ്ചറാണ്. അപ്പോൾ ആ ഒരു സൈഡിൽ വലിയൊരു കൊക്കയാണ്. അപ്പോൾ ആ സൈഡിലേക്ക് പോകാനേ പാടില്ല. മുകൾ ഭാഗത്ത് കുറച്ച് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തിരിച്ചു വന്നു. പുള്ളി ഒരു സൈഡിന്റെ അവിടെ പുതിയൊരു വല വരച്ചിട്ടുണ്ട്, അതിന്റെ അപ്പുറം ആരും പോകരുത്. ചുടലാണ്. ആന വന്ന കുത്തണം. കുളിക്കാനാണോ പോണ, ചാവാനാണോ പോണത്? ചത്ത് കഴിഞ്ഞാൽ കുളിപ്പിക്കുമല്ലോ. ഡോക്ടറിന്റെ കാലിൽ 2 എണ്ണം ദോരിക്കുന്നത് ഷൂന്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നമ്മള് പോയ വഴി ഇതാണ് അക്ഷയ്. അത് കിട്ടിയില്ല. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നിക്കല്ലേ, പോ 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 പോ. ഇവിടെ നിക്കണ്ട, ഇവിടെ നിക്കണ്ട. ഫസ്റ്റ് അറ്റാക്ക്. ഈ മനുഷ്യര് വന്നില്ലെങ്കിൽ അവരെങ്ങനെ കുടിക്കൂടെ? ജമ്പ് ചെയ്യും അവിടെ. ഇവിടെ നിന്ന് ഒരാള് സ്ലിപ്പായ എല്ലാരും ഇപ്പൊ താഴെ എത്തും. ജീവിതം അങ്ങനെയാണ്, കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ കാണും. ഗൈഡ് പറഞ്ഞത് നമുക്ക് വന്യമൃഗങ്ങളെ കാണണമെങ്കിൽ സൈലൻ്റായിട്ട് കാട്ടിലൂടെ പോയാൽ നമുക്ക് വന്യമൃഗങ്ങളെ കാണാം. അല്ലെങ്കിൽ നമ്മുടെ ശബ്ദം കേട്ട് അവയെല്ലാം മാറി ഒളിച്ചിരുന്ന് നമ്മളെ നിരീക്ഷിക്കും. നമുക്ക് ഭാഗ്യത്തിന് ഒറ്റ വന്യമൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അല്ലേ. നമ്മൾ മാക്സിമം അലമ്പാതെ പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കാണുന്നവർക്ക് അലമ്പായിട്ട് തോന്നിയാലും നമ്മൾ മാക്സിമം ഡീസൻ്റായിട്ടാണ് പോയത്. ഫുള്ള് കോടയാണ്. അട്ടയൊക്കെ ഒരുപാട് പേരൊക്കെ കടിച്ചു. ഈ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു കേട്ടോ. ഐറിനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഐറിൻ. കണ്ട, ഐറിൻ മീശപ്പുലിമല കീഴടക്കുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനി കാണാം. കുര്യാക്കോസ് ചേട്ടൻ 6 പാക്കുമായിട്ട് നിൽക്കുവാണ്. പെഡലർ അതിസുന്ദരമായ ഈ വെള്ളച്ചാട്ടം ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ചാടുന്നില്ല ചേട്ടനോടൊപ്പം പെഡലർ. ഇതാണ് കുറിഞ്ഞി വെള്ളച്ചാട്ടം കേട്ടോ. ഇവിടെ നമ്മൾ പോയി വെള്ളത്തിലിറങ്ങാൻ പറ്റിയില്ല ഗൈസ്. അത്ര തണുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് കയ്യിൽ വെച്ചിരുന്ന എത്രയാണോ മരം കാച്ചുന്ന തണുപ്പെന്നൊക്കെ കേട്ടിട്ടില്ല. അത്രയ്ക്ക് തണുപ്പായിരുന്നു. കൂടിപ്പോയാൽ ഒരു മിനിറ്റ് അതിൽ കൂടുതലൊന്നും വെള്ളത്തിലിറങ്ങി കുളിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പലരുടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. പക്ഷെ ഒരുപാട് പേര് വെള്ളത്തിൽ മുങ്ങി താന്നു. ഓക്കെ, നമ്മളെ കൂടെ ഇപ്പോൾ ഉള്ളത് അർജുനെ കുളിപ്പിക്കേട്. അർജുന് പൈസ. ഫ്രണ്ട്സ്, ഇത് കുറിഞ്ഞി വാട്ടർഫാൾസ് ആണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബുക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ട്രക്കിങ്, ഇവിടുത്തെ ഈ വാട്ടർഫാൾസ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. സോ ബാവ
പുള്ളി നേരത്തെ പറഞ്ഞ പോലെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് പോയി ഒരു ബാച്ചായിട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ കുറിഞ്ഞി വാട്ടർഫോൾസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത, നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. അത്ര ഐസ് നമ്മളെങ്ങനെ എടുത്ത് വയ്ക്കുമോ അത്ര തണുപ്പായിരുന്നു. അതുകൊണ്ട് അധിക നേരമൊന്നും ഇവിടെ കിടന്ന് കുളിക്കാനൊന്നും പറ്റിയില്ല. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുര്യാക്കോസ് ചേട്ടൻ പിന്നെ ആറുമാതിച്ചെന്ന് തന്നെ പറയാം. ഫ്രണ്ട്സ്, അപ്പോൾ പോയ അതിമനോഹരമായൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം എത്തിയിട്ടുണ്ട്. ടെൻറ്റിൻ്റെ അകത്താണ്. വെളിയിലത്തെ ചിൽ കാലാവസ്ഥയാണ്. അട്ട ഒരുപാട് കടിച്ചു. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ബ്ലഡ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരു സ്ഥലത്തുനിന്ന് ബ്ലഡ് വരുന്നുണ്ട്, പിന്നെ ഇവിടെയൊക്കെ കടിച്ചിട്ടുണ്ട്, പക്ഷേ കുഴപ്പമില്ല, സെറ്റാണ്. അപ്പോൾ ഇനി നാളെ നമ്മൾ ഹിൽ ടോപ്പിൽ പോവും. നാളെ ഹിൽ ടോപ്പിൽ പോയിട്ട് നാളെ തിരിച്ചിറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകും. ഓക്കെ. ഇപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നെറ്റില്ല, പിന്നെ ഫോണെല്ലാം സ്വിച്ച് ഓഫാണ്, പിന്നെ ക്യാമറ അവിടെ പിടിക്കാൻ കൊണ്ട് പോയതാണ്. അവിടെ എത്തിയപ്പോൾ അതിൻ്റെ ചാർജും തീർന്നു. അപ്പോൾ എത്തിയിട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ഇങ്ങനെ വെളുപ്പിക്കുമെന്തോ, സ്ലീപ്പിംഗ് ബാഗ് തരുമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലൊന്നും ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. നാട്ടിലൊന്നും ഇല്ലാത്ത കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ക്യാമ്പ് ഫയറും ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. സുന്ദരിയേവാ വെണ്ണിലവേവാ എൻ ജീവതാളം നീ പ്രണയിനി. കുട്ടനാട കായലിലെ കൊച്ചുവെള്ളം കുഴച്ചത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൻ്റെ അകത്താണ്. കണ്ടോ, ശ്രീകർഷൊക്കെ ഉറങ്ങ കിടക്കുവാണ്. കടുവ വന്ന് പിടിക്കും. ഫുള്ള് ഒന്നുകൊണ്ട് പേടിക്കണ്ട. സ്ലീപ്പിംഗ് ബെഡിൻ്റെ ഒറ്റ കടിക്ക് തല. പിന്നെ ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്നും പേടിക്കണ്ട. കടുവ അങ്ങനെ അറ്റാക്ക് ചെയ്യത്തില്ല. നമ്മളെ ലിവറൊക്കെ ഉണ്ടെങ്കിലേ കടുവ പിന്നെ അത് നമ്മളെ കടിച്ചെടുത്തിട്ടുണ്ട്. വല്ല നദീരെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ജ്യൂസി പരുവാകുമ്പോൾ പിന്നത്തുള്ളൂ. അപ്പം ശരി, ഗുഡ് നൈറ്റ്. രാത്രിയായപ്പോൾ ഭയങ്കര ഒരു ടെൻ്റൊക്കെ ഒന്ന് കുലുങ്ങുന്ന, ആരോ ടെൻറ്റിൽ തട്ടുന്ന പോലെയൊക്കെ തോന്നി. അപ്പോൾ പേടിച്ച് ആണ് ഞാൻ ഉണന്ന് ഒരു എന്തോ തവളയാണോ അത്, ഇനി ടെൻറ്റ് നല്ല ശബ്ദം. അങ്ങനെ തുറന്നു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കാറ്റ് വന്ന് ടെൻറ്റിലടിക്കുന്ന ആ ഒരു ശബ്ദമായിരുന്നു. ഇത്രയും തണുപ്പായിരുന്നെങ്കിലും നമ്മൾ സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങിയപ്പോൾ രാത്രിയായപ്പോൾ ചൂടായി. അപ്പോൾ ധനേശൊക്കെ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങിയൊക്കെ കിടന്നു. ഓക്കെ, നമ്മൾ 4-5 മണിക്ക് റെഡിയാവണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ശ്രീഹർഷ് റെഡിയാവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിടന്ന ടെൻറ്റാണത്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഉണ്ടോ, എല്ലാം മഴ, തണുപ്പ്, കോട എല്ലാം കൂടെ ഉണ്ട്.
മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബ്രോ. നമ്മളെല്ലാവരും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒക്കെ ഫ്രിഡ്ജൊക്കെ ഫുൾ അർമാദമാണ്. റെയിൻ കോട്ട് പോലും ഇല്ല, മഴ നനയാനുള്ള സെറ്റപ്പിലാണ്. തനേഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ടെൻറ്റ്. ഒന്നും സംസാരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഗൈസ്. അത്ര തണുപ്പ്, രക്ഷയില്ല. കണ്ട കയ്യിലൊക്കെ ഗ്ലൗ ഉണ്ട്, റെയിൻ കോട്ടുണ്ട്, ഷൂ ഉണ്ട്, ഫുള്ള് കവറാണ്. വയ്യാത്ത കാലും വെച്ച് മലമുകളിൽ കയറുമെന്ന് ഉറപ്പായി. നമ്മുടെ കൂടെ വന്നൊരു ട്രക്കർ പോകുന്നുണ്ട്. ജീപ്പൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2-3 റൂംസൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ സൂര്യോദയം കാണാൻ കഴിയില്ല, കാരണം മഴ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് സൂര്യനെ കാണാനേ പറ്റിയിട്ടില്ല 2 ദിവസം. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു അതിഭീകരമായ ഒരു കയറ്റമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു കുന്നിൻ്റെ മുകളിലെത്തും. അവിടെ നിന്നാണ് ആക്ച്വലി നമുക്ക് സൂര്യോദയമൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സീസണിൽ പോകുന്നവർക്ക്, അതായത് ഡിസംബർ ജാനുവരി ആ മന്തിലൊക്കെ പോയാൽ നമുക്ക് സൂര്യോദയം കാണാം. ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്നാണ് പറയുന്നത്. അത് നമുക്ക് പെൻഡിങ് ഉണ്ട്, പക്ഷേ അത് പറ്റിയാൽ പോകണം. ഒരിക്കൽ അതും കൂടെ പോയി ഒന്ന് കാണണം. എല്ലാവരും അങ്ങനെ തണുത്ത് വിറച്ച് പോവുകയാണ്. മാജിദാണെങ്കിൽ മുഖമെല്ലാം മറച്ച് ആണ് വരുന്നത്. അപ്പോൾ വിഷ്വൽസിലൊന്നും മാജിദിനെ കാണാൻ പറ്റിയില്ല. മാജിദിൻ്റെ മുഖമൊന്ന് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ മാജിദ് മുഖം കാണിക്കാൻ റെഡിയല്ലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ വൈഫ് മാജിദിൻ്റെ മുഖം നമുക്ക് കാട്ടിത്തന്നു. പിന്നെ കുറച്ച് ടീംസ് റെയിൻകോട്ടോ ഒരു സംഭവമില്ല, നമ്മൾ സാധാരണ ഒരു ട്രാക്ക് സ്യൂട്ടും ഒരു ടീഷർട്ടും ഇട്ട് സാധാ ചെരുപ്പ് ഇട്ട് കയറിപ്പോണ ടീംസ് വരെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ കൂടെ ഗൈഡ്സൊക്കെ ഉണ്ടായിരുന്നു, ഗൈഡ് പോലീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫസ്റ്റ് വ്യൂ പോയിൻ്റാണ്. ഇവിടെ നിന്നാണ് നമുക്ക് സൂര്യോദയമൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കയറി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് ഇതിൽ വിഷ്വൽസ് പല സ്ഥലത്തും മഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ ലെൻസ് മറഞ്ഞിരിക്കുന്നത് കാണാം. കാരണം ഭയങ്കര മഞ്ഞായിരുന്നു. നമുക്ക് തുടച്ച് വൈപ്പറും കൂടെ ഫിറ്റ് ചെയ്താൽ കൊള്ളായിരുന്നെന്ന് തോന്നി. ആ രീതിയിലായിരുന്നു. എപ്പോഴും നമ്മുടെ ലെൻസിൽ മഞ്ഞ് വന്ന് കയറി മറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പല സെൽഫിയിലും നമ്മളെ കാണാനില്ല, ഫുള്ള് മോഡൽ മഞ്ഞായിരുന്നു. അഗസ്ത്യാർകൂടം ആണെങ്കിൽ നമ്മൾ കയറുന്ന അതേ വഴി കൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങാനുള്ളത്. പക്ഷേ മീശപ്പുലി മല ട്രക്കിങ് 6.5-7 കിലോമീറ്റർ ഉള്ളെങ്കിൽ നമ്മൾ പോകുന്ന വഴി കൂടെയല്ല തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടത്തോടെ പോകുന്നതായിരിക്കും നല്ലത്. വഴി തെറ്റാനായിട്ട് നല്ല ചാൻസ് കൂടുതലുണ്ട്. കാരണം നമ്മൾ മഞ്ഞും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അടുത്തൊക്കെ ഉള്ള ആൾക്കാരെ കാണാൻ പറ്റാതാവും. അപ്പോൾ ഗൈഡെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് അധികം ഫോട്ടോസൊന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല. പെട്ടെന്ന് തന്നെ പോകാനാണ് പറഞ്ഞത്.
4ാം ക്ലാസ്സിൽ പഠിക്കുവാണെങ്കിൽ 4 വയസ്സുള്ള ഐറിൻ്റെ അനിയനും കൂടെ നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. പുള്ളിക്കാരനും മീശപ്പുലിമല കീഴടക്കാനായിട്ട് നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ നല്ല ചിൽ കാലാവസ്ഥയായിരുന്നു കേട്ടോ. അത്യാവശ്യം മരുന്നൊക്കെ അടിക്കുന്നവർക്ക് നല്ല ആൽക്കഹോളിക് വെതറായിരുന്നു. രക്ഷയില്ല. നിങ്ങൾ ഒരിക്കൽ നടക്കാൻ പറ്റുന്ന ആർക്കും ഇവിടെ നമുക്ക് ട്രെക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പോണം കണ്ടോ, നല്ല കിടിലം വൈബായിരുന്നു. താടിയൊക്കെ ഉള്ളവർക്കെല്ലാം മഞ്ഞെല്ലാം താടിയിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്യൂ ഉണ്ടാക്കിയത് കാറ്റായിരുന്നു. നമ്മൾ പീക്കിലോട്ട് എത്തുന്തോറും നല്ല കിടിലം കാറ്റായിരുന്നു. കാറ്റ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്ര കാറ്റായിരുന്നു. കാറ്റ് നമ്മളെ റെയിൻകോട്ടൊക്കെ അടിച്ച് കീറി പറത്തിക്കൊണ്ടൊക്കെ പോയി. അത്രയ്ക്ക് നല്ല ശക്തിയുള്ള കാറ്റായിരുന്നു. ഒരു കൊച്ചുമുല്ല ആരും കാണാതെ നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സും നമ്മുടെ എല്ലാ വിഷമങ്ങളും ഒക്കെ മറന്ന് നമുക്ക് അടിച്ച് പൊളിക്കാൻ മനസ്സിന് നല്ലൊരു റിലീഫ് കിട്ടുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ. നമ്മളെ എല്ലാ ജോലി ഭാരവും എല്ലാം മറന്ന് നമുക്കൊരു അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടിലം യാത്രയായിരുന്നു. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ലായിരുന്നു. BSNL ഉള്ളവർക്ക് കൊണ്ടുപോകാൻ കേട്ടോ. BSNL ഉള്ളവർക്ക് റേഞ്ച് ഉണ്ട്. വേറെ ഒരു നെറ്റ്വർക്കിനും അവിടെ കവറേജ് ഇല്ലായിരുന്നു. ലാസ്റ്റ് നിമിഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത 2 പേരാണ് ഈ വരുന്നത്, ഡോക്ടർ ലൈസും അനീഷും. ഓക്കെ, ഇവർ ഡോക്ടറിനാണെങ്കിൽ ട്രക്കിങ്ങിൻ്റെ അതേ ദിവസം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺഫറൻസ് കോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നെറ്റ് എന്തായാലും കിട്ടത്തില്ല. അങ്ങനെ ഡോക്ടർ ഇതിന് സ്കിപ്പ് ചെയ്യാനൊക്കെ നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ വൈഫൈ കണക്ഷൻ കൊടുത്തു. കോൺഫറൻസൊക്കെ അറ്റൻഡ് ചെയ്തു. ഡോക്ടറും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അനുരാഗിന് നല്ല വിഷമമുണ്ട് കേട്ടോ. അതിനൊരു കാരണമുണ്ട്, അത് ഞാനിത് ഈ വീഡിയോയിൽ പറയുന്നില്ല. പുൽമേടെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. പുൽമേടിലൂടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. ഞാൻ കുറച്ച് വിഷ്വൽസ് എല്ലാം കവർ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാവരെയും വിഷ്വൽ എടുക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. എല്ലാവരും ഒരു 5 കിലോമീറ്ററാണ് നടന്നെങ്കിൽ ഞാൻ 1 കിലോമീറ്റർ കൂടുതൽ നടന്നു കാണും. കാരണം ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോയി വെയിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഞാൻ നടന്നത്. എല്ലാവരെയും വിഷ്വൽസ് ഒന്ന് കവർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പെഡലർ അഥവാ അനീഷ്, പുള്ളിക്കാരൻ വേറെ വൈബായിരുന്നു കേട്ടോ. ഓട്ടവും ചാട്ടവും കുത്തിമറിയലും ഒക്കെ ആയിരുന്നു. ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഞാൻ സൈക്ലോ ട്രിവിയൻസ് എന്ന ഗ്രൂപ്പിൽ ചേർന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കിങ്ങനത്തെ ട്രിപ്പുകളെല്ലാം നഷ്ടമായേനെ. ഒരിക്കലും നമ്മൾ അല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനത്തെ ഒരു ട്രക്കിങ്ങിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നാൽ ഭയങ്കര സന്തോഷം. കാരണം ഈ ഗ്രൂപ്പിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. റീൽസിന് റീൽസ്, ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, റൈഡിന് റൈഡ്. അതുമല്ല, നമ്മുടെ ഈ കുഞ്ഞ് കേരളത്തിൽ തന്നെ ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് സൈക്കിൾ റൈഡുകളിലൂടെയും പിന്നെ ഇതുപോലത്തെ ട്രക്കിങ്ങുകളിലൂടെയൊക്കെ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. എല്ലാവരും അടിപൊളിയാണ്. പക്ഷേ ഡോക്ടർ മൺസൂൺ ട്രക്കിംഗ്
വൈബായിരുന്നു. വേറെ കിടലും വൈബ്. ഭയങ്കര എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു രക്ഷയില്ല. ഭയങ്കര എൻജോയ് ചെയ്തു. ഒരു തൊപ്പി പോയിട്ടുണ്ട്. അർജുൻ കൂടെ പോയി നോക്കി, എന്നിട്ടും കിട്ടിയില്ല. പോയി കിട്ടിയോ? കിട്ടിയില്ല. അർജുനെ കുഴപ്പമില്ല, വാ. ആ എങ്ങനെ വരേശ് നമ്മളെ ട്രക്കിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെ വന്ന്? അടിപൊളിയല്ലേ? അടിപൊളി എക്സ്പീരിയൻസ്. ആ നമ്മളെ കൊച്ചിൻ റോയൽ ഫാമിലിയുടെ അശ്വതി വർമ്മയാണ്. അശ്വതി വർമ്മയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത്? അടിപൊളിയല്ലേ? ആ ഇപ്പോഴും രാജഭരണമൊക്കെ ആയിരുന്നെങ്കിൽ ഈ ട്രക്കിങ്ങിനൊക്കെ വരാൻ പറ്റും. എന്റെ ഭൃത്യന്മാരെ കൊണ്ട് എന്തായാലും നല്ലൊരു അടിപൊളി ട്രക്കിംഗ് തന്നെയായിരുന്നു. എല്ലാവർക്കും സെയിം അനുഭവമായിരുന്നു. എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇഷ്യൂ ആയിട്ട് പറയണമെങ്കിൽ മഴയാണ് നമുക്ക് ആ വിഷ്വൽ ബ്യൂട്ടി കുറച്ചത്. പക്ഷേ മഴയത്ത് ഉള്ള ട്രക്കിങ് വേറൊരു വൈബാണ്. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ മഴയില്ലാത്ത സമയത്ത് പോവുകയാണെങ്കിൽ നമുക്ക് വിഷ്വൽ ബ്യൂട്ടി കൂടുതൽ കിട്ടും. പക്ഷേ ഈ ഒരു വൈബ് അതിന് കിട്ടത്തില്ല. അടിപൊളിയാണ്. മീശപ്പുലിമുള്ള ഒരു രക്ഷയില്ല. കടം മേടിച്ചായാലും മതിയോ? വരണം അല്ലേ? പണം കടമെടുത്താലും നമ്മൾ വരും. വരണം. തമാശയ്ക്ക് പറഞ്ഞതല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പൈസയൊക്കെ കൂട്ടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് നമ്മളൊരു യാത്രയ്ക്ക് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്താൽ അതൊന്നും ഒരിക്കലും നടക്കാൻ പോവില്ല. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഐഡിയ വരുമ്പോൾ പോവാം, ഓക്കെ പോവാം, റെഡി എന്ന് പറഞ്ഞ് പോകുന്ന യാത്രകളായിരിക്കും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പൈസ വരും പോവും. അപ്പോൾ പൈസയൊന്നും നോക്കരുത്. എങ്ങനെയെങ്കിലും പറ്റുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള യാത്രകൾ നമ്മൾ പോവുക, അങ്ങ് പേര് കൊടുക്കുക. ബാക്കി ഫണ്ടെല്ലാം എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും, അതൊക്കെ കൊണ്ടങ്ങ് പോവുക. കണ്ടോ, ധനേശിനുമൊക്കെ ഡ്യൂട്ടിക്കിടയിൽ ലീവ് കിട്ടുമെന്നൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും എന്തായാലും പേര് കൊടുത്തപ്പോൾ ലീവും ബാക്കിയെല്ലാം റെഡിയായി. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പുഷപ്പൊക്കെ എടുത്തുകൊണ്ട് ഈ വെള്ളം കുടിക്കാൻ പറ്റിയത് ധനേശിന്. ഓക്കെ, പിന്നെ അക്വാ ഷൂ പോലെയൊക്കെ ഉള്ളവർക്ക് ഇട്ടുകൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല ട്രക്കിംഗ് ഷൂ തന്നെ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പുള്ള ഷൂ തന്നെ ഇട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കൂട്ടത്തിൽ 2-3 പേരെല്ലാം സ്ലിപ്പായി വീണു. അപ്പോൾ ഭാഗ്യത്തിന് വലിയ ഇഞ്ചറി ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. മോനെ എങ്ങനെയുണ്ടായിരുന്നു ട്രക്കിംഗ്? പറയേ. അടിപൊളി കേട്ടോ, ട്രക്കിംഗ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ ബ്രോ? എങ്ങനെയുണ്ട് ബ്രോ? ആദ്യമായിട്ടാണ് വരുന്നത് ട്രക്കിങ്ങിന്. എങ്ങനെയുണ്ട്? പറഞ്ഞാണോ? പൊളിയാണ് ഷാനി ചേട്ടാ, പൊളിയാണ്. പൊളി ലാലേട്ടാ. ഫുൾ പവർ ഏമണ്ടി, ഫുൾ പവർ. വയ്യാത്ത കാലം കൊണ്ട്
പുള്ളിപ്പുലി എവിടെയാണോ പുള്ളിപ്പുലി എവിടെയാണോ? വീഡിയോ കാണാനേ നമുക്കൊന്ന് തമിഴ്നാട്ടിൽ പോവാം. തമിഴ്നാട് കേരളം തമിഴ്നാട് കേരളം തമിഴ്നാട് കേരളം തമിഴ്നാട്. വഴിയാണോ എന്ന് അറിഞ്ഞൂടാ. ഏതോ ഒരു വഴി പോവുകയാണ്.
ഒന്ന് പേടിച്ച് വരുമായിരുന്നു. ഇതിലേ അല്ലേ? ആ ഓക്കെ. ഇതാണ് മാജിക് മഷ്റൂം. പറിച്ച് കഴിച്ചുകൂടല്ലേ? കഴിച്ചാൽ നമ്മൾ മരിക്കുന്നല്ലേ പറഞ്ഞു. നമ്മളെത്തി ഗൈസ്. കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ കണ്ടാൽ മനസ്സിലാവില്ല അല്ലേ? ഒറ്റയ്ക്ക് നടക്കാൻ. എടേ ഒരു കുട്ടി ഉണ്ടായിരുന്നു നമ്മളവിടെ. അവനെ എടുത്തോണ്ടാണ് വന്നത്.